നമസ്കാരം. ഇന്ന് കുറച്ച് സൈക്കിൾ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്. ഇന്ന് ആദ്യമായി വാങ്ങിച്ച സൈക്കിൾ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. 1986 ആദ്യത്തെ സൈക്കിൾ സ്വന്തമാക്കുന്നത്. അതിപ്പോൾ 40ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആദ്യത്തെ സൈക്കിൾ സ്വന്തമാക്കിയതിൻ്റെ ആഘോഷമൊന്നുമില്ലാട്ടാ. 1983 തുടങ്ങിയ ആവശ്യമാണ്. എന്നിട്ടാണ് 86 ഒരു സൈക്കിൾ വാങ്ങിക്കാനുള്ള അനുമതി വീട്ടിൽ നിന്ന് കിട്ടുന്നത്. അന്നത്തെ കാലമൊക്കെ അങ്ങനെയാണ്. നമ്മൾ ചോദിക്കുമ്പോഴേക്കും ഒന്നും കിട്ടുന്ന കാലമല്ല. അങ്ങനെ 83 ആവശ്യം ഉന്നയിച്ചു. 86 ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായം അനുവദിച്ചു കിട്ടി. അതിനു മുമ്പ് നമ്മളൊരു അയൽവാസിയായ ഒരു സുഹൃത്തിൻ്റെ സൈക്കിളും പിന്നെ അവൻ്റെ അനുജൻ്റെ സൈക്കിളും ഉപയോഗിക്കുമായിരുന്നു. സുഹൃത്തിൻ്റെ സൈക്കിൾ റാലിയും അനുജൻ്റേത് ഹീറോയുമാണ്. അന്ന് സൈക്കിളുകളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. എന്നാലും ആ രണ്ട് സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അവ തമ്മിലുള്ളൊരു വ്യത്യാസം, ഓടിക്കാനുള്ളൊരു സുഖവും കാര്യങ്ങളും ഒക്കെ റാലി അത്രേ അറിയുള്ളൂ. പിന്നെ ബാക്കി അതിൻ്റെ പാരമ്പര്യവും ഒരു കാലത്ത് ലോകത്തിൻ്റെ നിറയിൽ നിന്നിരുന്നത് സൈക്കിൾ ബ്രാൻഡുകളൊന്നും അന്നറിയില്ല. എനിവേ ആദ്യമായിട്ട് വാങ്ങിച്ച സൈക്കിൾ പക്ഷേ വളരെ ഗംഭീരമായ ഒരു സാധനമായിരുന്നു. ഒരു ഹമ്പറായിരുന്നു ആദ്യമായിട്ട് വാങ്ങിച്ച സൈക്കിൾ. ഏകദേശം ഒരു 3 വർഷം അത് ഉപയോഗിച്ചു. കൂടുതൽ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഈ സൈക്കിളുകളൊക്കെ ഒരുപാട് കളവ് പോകുന്ന കാലമായിരുന്നു. പ്രത്യേകിച്ച് ഹമ്പറും റാലിയും. അങ്ങനെ 86 വാങ്ങിച്ച സൈക്കിൾ 89 ആയപ്പോൾ മോഷണം പോയി. പോലീസിലൊന്ന് പരാതിയെ കൊടുത്തു. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. 1990 ഒരു റാലി സൈക്കിൾ വീണ്ടും വാങ്ങി. അത് 99 വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. 99 അതും മോഷണം പോയി. ആദ്യത്തേത് പാലക്കാട് ടൗണിൽ വെച്ചായിരുന്നെങ്കിൽ രണ്ടാമത്തെ നമ്മുടെ വീട്ടിൻ്റെ അകത്തുനിന്നായിരുന്നു. രാത്രി ലോക്ക് ചെയ്ത് നിർത്തിയ സൈക്കിൾ നേരം വെളുത്തപ്പോൾ കാണാനില്ല. പിന്നെ പഴയ അനുഭവമുള്ളതുകൊണ്ട് പരാതി കൊടുക്കാനൊന്നും പോയില്ല. പിന്നെ കുറച്ച് കാലത്തേക്ക് സൈക്കിളുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല, മോട്ടോർ സൈക്കിൾ മാത്രമായി. ആ കാലഘട്ടത്തിൽ 2004 ഞാൻ ആദ്യമായിട്ട് ഗവൺമെൻറ് സർവീസിൽ പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ജോയിൻ ചെയ്തു, ലാസ്റ്റ് സർവൻ്റായിട്ട്. അപ്പോൾ അവിടെ ഒരു പഴയ ഹെർക്കുലീസ് സൈക്കിൾ ആരും ഉപയോഗിക്കാതെ ടയറും ഒക്കെ പോയി പൊടിയും പിടിച്ച് കിടപ്പുണ്ട്. അത് ഞാൻ തന്നെ എടുത്തൊക്കെ റിപ്പയർ ചെയ്യിച്ചു. ഏകദേശം ഒരു 4 വർഷം ആ സൈക്കിൾ ഞാൻ ഉപയോഗിച്ചു. ഒഫീഷ്യൽ പർപ്പസിനും പിന്നെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നു. കാരണം ആർക്കും വേണ്ടാത്ത സാധനമാണ്. അതിന് മെയിൻ്റനൻസിനൊന്നും ഗവൺമെൻറ് ഫണ്ടുമില്ല, ചിലവെല്ലാം നമ്മുടെ തന്നെ. എന്തായാലും 4 വർഷം ആ സൈക്കിൾ ഉപയോഗിച്ചു. 2008 സ്വന്തമായിട്ട് ഒരു സൈക്കിൾ വാങ്ങി. അന്നും മനസ്സിൽ മോഹമുണ്ട് റാലി എന്നൊക്കെ. പക്ഷേ റാലി ഒന്നൊന്നില്ല, അതൊക്കെ ഉൽപ്പാദനമൊക്കെ എന്നേ അവസാനിച്ചു കഴിഞ്ഞു. ഒരു ഹെർക്കുലീസ് റോഡ്സ്റ്റർ സൈക്കിൾ വാങ്ങിച്ചു. 10 വർഷം അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഉപയോഗിച്ചു. 2018 എൻ്റെ മകൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഗിയർ സൈക്കിൾ വാങ്ങിച്ചു. ഇതല്ല, ഇതിന് ശേഷം വാങ്ങിച്ചതാണ്. ഇത് ബ്രാൻഡ് ന്യൂ ഒരു കോസ്മിക് ട്രയം എന്ന ബ്രാൻഡ് MTB. അങ്ങനെ ഗിയർ സൈക്കിളൊക്കെ വാങ്ങിച്ചതോടെ നമ്മുടെ ഹെർക്കുലീസ് മറ്റൊരു സുഹൃത്തിന് കൈമാറി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും തല്ലിപ്പൊളി സൈക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ആ കോസ്മിക് ട്രയം MTB ആണ്. അത് വാങ്ങി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അതിന് കംപ്ലൈൻറ്റുകൾ തുടങ്ങി. അത് എൻ്റെ അടുത്ത് ഇരുന്നതിനേക്കാൾ കൂടുതൽ വർക്ക്ഷോപ്പിലാണ് ഇരുന്നിട്ടുള്ളത്. പിന്നെ 1 വർഷം കഴിഞ്ഞു, എൻ്റെ വാറണ്ടിയും തീർന്നു. പിന്നെ വരുന്ന കംപ്ലൈൻറ്റുകളൊക്കെ വന്നു. അതിൻ്റെ സ്പെയർ പാർട്സൊക്കെ ഭയങ്കര വിലയും. അവസാനം 2018 വാങ്ങിച്ച ആ സാധനം 2019 ഇരുമ്പ് വിലയ്ക്ക് കൊടുക്കുന്ന പോലെ ഒരാൾക്ക് കൊടുത്തു. അങ്ങനെ കോസ്മിക് ട്രയമൊക്കെ ഇരുമ്പ് വിലയ്ക്ക് പോയി. എന്നാലും അന്ന് കൊടുത്ത ഹെർക്കുലീസ് ഇപ്പോഴും ആ സുഹൃത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെയിൻറ്റ് ഇത്തിരി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ യാതൊരു കുഴപ്പമില്ലാതെ അത് ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീടാണ് 2020 നമ്മുടെ ഇതിനെക്കുറിച്ചൊരു റിവ്യൂ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, മോണ്ട്ര MTB വാങ്ങിക്കുന്നത്. പിന്നെ വളരെ കാലം ഒരു സൈക്ലിംഗ് അത്ലറ്റ് ഉപയോഗിച്ചിരുന്ന ഒരു സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഓടിയ ഒരു സൈക്കിളാണ്. എന്നാലും കാര്യമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആവറേജ് ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 80 കിലോമീറ്റർ ഇത് ഓടും. ചില ദിവസങ്ങളിൽ 80 കൂടും, ചില ദിവസം ഇത്തിരി കുറയും. എന്തായാലും ആവറേജ് 80 കിലോമീറ്റർ ഡെയിലി ഓടിയിരുന്ന ഒരു സൈക്കിളായിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ട് ആ സമയത്ത് ഇതിൽ ചെയ്തത് ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്ന് മാറ്റി എന്നുള്ളതല്ലാതെ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ റിയർ ബ്രേക്കിന് ചെറിയൊരു പ്രശ്നം കണ്ടു. അന്ന് റിയർ ബ്രേക്കിൻ്റെ ഡിസ്ക് ഒന്ന് മാറ്റി. വീണ്ടും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അത് ഓടിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് 2021 ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു ഹമ്പർ സൈക്കിൾ കാണുന്നു. പഴയ മോഹം മനസ്സിൽ കിടക്കുകയാണ്. അതാണെങ്കിൽ അത് റണ്ണിങ് കണ്ടീഷനാണ്, പക്ഷേ വളരെ പഴക്കം ചെന്ന ഒരവസ്ഥയിലാണ്. തുരുമ്പൊക്കെ പിടിച്ച് പെയിൻറ്റും ഇല്ല, പ്ലേറ്റിംഗ് ഒക്കെ പോയി അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിലാണ്. അത് ഞാൻ ചോദിച്ചു, അദ്ദേഹം തന്നു. വില ചോദിച്ചിട്ട് പറഞ്ഞില്ല. എന്തായാലും സൈക്കിൾ എടുത്തോളം പറഞ്ഞു എടുത്തു. അത് പുതിയ പെയിൻ്റൊക്കെ അടിച്ച്
പ്ലേറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല സുന്ദര കൊട്ടപ്പനാക്കി ഏകദേശം 2 വർഷത്തോളം ഉപയോഗിച്ചു. 2024 ആയപ്പോൾ അദ്ദേഹം അത് തിരിച്ചു വെച്ചു. കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല, കാരണം വിലയൊന്നും കൊടുത്ത് വാങ്ങിച്ചതല്ല. അങ്ങനെ അത് പോയി. പിന്നെയാണ് 2025 വാലി ക്ലാസിക് മാൻ ഒരെണ്ണം സ്വന്തമാക്കുന്നത്. പക്ഷേ പഴയ അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഉയർന്നോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഉണ്ട് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രധാന കാരണം സൈക്കിൾ ഫ്രെയിമും മറ്റു സാധനങ്ങളും, അതായത് ഇതിപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല, ഇറക്കുമതിയാണ്. ആ ഇറക്കുമതി പക്ഷേ പൂർണ്ണമായിട്ടല്ല, ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി കുറേ ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ ഫ്രെയിം, ഫോർക്ക്, സ്റ്റേസ്, ഇത്തരം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയെല്ലാം നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതും എനിക്ക് തോന്നുന്നത് സൺക്രോസ് ബൈസൈക്കിൾസ് നേരിട്ട് വാങ്ങിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല സാധനങ്ങൾ കിട്ടിയാൽ. ഇത് അവിടെ നിന്ന് ഇത് പലരും സ്കെലട്ടനായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഓരോ പാർട്സ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അപ്പോഴും അവർ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വളരെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഇതിൽ ഇടുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട്. ഹാൻഡിലിപ്പോൾ ഈ 9 മാസത്തെ ഉപയോഗത്തിന് ശേഷവും കഴിഞ്ഞ ജൂണിലാണ് ഇത് വാങ്ങിക്കുന്നത്, ഒരു തുരുമ്പോ കാര്യങ്ങളോ ഹാൻഡിലിൽ കാണില്ല. അതേസമയം ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്ത സീറ്റിലാണെങ്കിലും കാരിയറിലാണെങ്കിലും അങ്ങനെയുള്ള മറ്റു ഭാഗങ്ങളിലെല്ലാം തുരുമ്പ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഷോക്കറിലും നല്ല രീതിയിൽ തുരുമ്പുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഇടാം, അപ്പോൾ കുറച്ചുകൂടി വില കൂടും എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇന്ന് തന്നെ ഇപ്പോൾ ആവറേജ് ഒരു മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് റോഡ്സ് സൈക്കിളിനേക്കാൾ വളരെ വില കൂടിയ ഒരു സാധനമാണ് റാലി. ഇത് വാങ്ങിക്കുന്ന ഒരാൾ വില കുറച്ചൊരു സൈക്കിൾ കിട്ടാൻ വേണ്ടി വാങ്ങിക്കില്ല, റാലിയുടെ ആ ഒരു ക്വാളിറ്റി എൻജോയ് ചെയ്യാനാണ് വാങ്ങിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും നടക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഈ തുരുമ്പ് വന്നത് കൂടാതെ ഇപ്പോഴല്ല, ശരിക്ക് ഇതുകൊണ്ട് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. അന്ന് തുടങ്ങി അതിൻ്റെ വലത്തെ പെടലിൽ നിന്ന് ഒരു സൗണ്ട് വരാൻ തുടങ്ങി. കാരണം ഈ പെടലൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഇന്ത്യൻ മേക്കാണ്. അങ്ങനെ മെക്കാനിക്കിനെ കാണിച്ചു, അത് കുറച്ചുകൂടി ഓടും എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം അധികകാലം ഓടില്ല എന്ന് തന്നെ. തൽക്കാലം കുറച്ച് ഓയിലൊക്കെ ഇട്ട് തന്നു, കുറച്ച് കാലം കൂടിയൊക്കെ ഓടിച്ചു. അവസാനം 2 മാസം മുമ്പ് പെടൽ മാറ്റി. വലത്തെ പെടലാണ് കംപ്ലൈൻ്റ് എങ്കിലും സെറ്റായിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ സെറ്റായിട്ട് മാറ്റി. എന്നിട്ട് ശരിയായോ എന്ന് ചോദിച്ചാൽ അന്ന് വലത്തെ പെടലായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഇടത്തെ പെടലിന് ഇത്തിരി പ്രശ്നമുണ്ട്. അധികം വേഗത ഇതൊക്കെ ഒന്നുകൂടി മാറ്റേണ്ട അവസ്ഥയാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന പല സ്പെയർ പാർട്സും അത് പർച്ചേസിൽ മാത്രമേ ഉള്ളൂ ബെസ്റ്റ്, അതിൻ്റെ പെർഫോമൻസിലൊന്നും ബെസ്റ്റ് ഇല്ല. അപ്പോൾ ആകെ ഈ 9 മാസം ഉപയോഗിച്ചതിനിടയിൽ ഒരു തവണ പെടൽ മാറ്റി കഴിഞ്ഞു. ഇനിയും അത് അധികം വൈകാതെ തന്നെ മാറ്റേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതൊക്കെ ഷെയ്ക്കുണ്ട്, ക്യാമറയിൽ ക്ലിയർ ഇല്ല, എന്തായാലും ഷെയ്ക്കുണ്ട്. ആ ഒരു കാര്യത്തിൽ മോണ്ട്ര ഈസ് ഫാർ ബെറ്റർ. കാരണം ഇതിപ്പോൾ ഒരുപാട് ഓടിയിട്ട് നമ്മുടെ കയ്യിൽ വന്ന വണ്ടിയാണ്. ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചു. ലോങ് ട്രിപ്പുകളൊക്കെ പോയതിൻ്റെ ചിലതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതല്ലാതെയും പോയിട്ടുണ്ട്, കാരണം അതൊന്നും അതൊക്കെ പേഴ്സണൽ ട്രിപ്പുകൾ. ഇത്രയും കാലം ഓടിച്ചിട്ട് ഇതിൽ ആകെ ഞാൻ മാറ്റിയിരിക്കുന്ന ഒരു സാധനം, നമ്മുടെ കുതിരാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് കംപ്ലൈൻ്റ് ആയി, ഒപ്പം ഗിയർ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഗിയർ ഷിഫ്റ്ററും ബ്രേക്ക് കേബിളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ അങ്ങ് മാറ്റി എന്നുള്ളതല്ലാതെ പിന്നെ ഇത് വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ മാറ്റിയിരുന്നു. ഇത്രയാണ് ഇതിലാകെ മാറ്റിയിട്ടുള്ളത്. ഇത്രയും വർഷങ്ങൾ ഉപയോഗിച്ചിട്ടും അതിലങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളില്ല. ആകെ ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ മുമ്പ് ഇതിൻ്റെ റിവ്യൂവിൽ പറയുന്നത് ഇതിൻ്റെ ഈ മഡ്ഗാർഡാണ്. മഴയത്തൊന്നും നമുക്കിത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയം റാലി ഈ പറഞ്ഞ റാലി ആസ് എ ഹോൾ ഗുഡ്. ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ റൈഡിങ് ക്വാളിറ്റി, ഇത് രണ്ടും കമ്പയർ, ഇതിൻ്റെ സ്പീഡ് കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ആ കാര്യത്തിലൊക്കെ റാലി മുമ്പിലാണെങ്കിൽ അതിൻ്റെ പല ആക്സസറീസും ആ സൈക്കിളിൻ്റെ ക്വാളിറ്റിയോടൊപ്പം നിൽക്കുന്നതല്ല. അത്തരം സാധനങ്ങളൊക്കെ ഈ തുരുമ്പില്ലാത്ത ഇത്തരം പ്ലേറ്റഡ് സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതൊന്ന് ഒക്കെ വാങ്ങിച്ചൊന്ന് റീപ്ലേസ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. നമസ്കാരം.